യേശുവെ സ്തുതി, യേശുവെ നന്ദി. എൻ്റെ പേര് അനില മെൽബിൻ. എൻ്റെ സ്വന്തം ഇടവക മംഗലം, ഇവിടെ ആലപ്പുഴയിലാണ്. എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് പായിപ്പാട്, കോട്ടയം. ഇപ്പം ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് ഒരു 4 വർഷമായിട്ട് ഇപ്പോൾ കാക്കനാട്, എറണാകുളത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഉടമ്പടി പറയാനായിട്ട് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പഴയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഉടമ്പടിക്ക് ഈ സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2018 2018 മുതൽ ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും, ഞാനും എൻ്റെ അപ്പായും, ഇപ്പം ഞാൻ എറണാകുളത്താണ് ജോലിക്കെങ്കിലും എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ വരും. ഞായറാഴ്ച ഞാനും അപ്പായും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ സൗഖ്യങ്ങളെല്ലാം കിട്ടി. ഞങ്ങളിവിടെ എപ്പോഴും വരുമായിരുന്നു. 2020 എൻ്റെ വിവാഹം നടന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു കുടുംബത്തിലോട്ടാണ് വിവാഹം ചെയ്ത് വിട്ടത്. ഒരു ദുശീലങ്ങളോ ഒന്നും ഇല്ല ഹസ്ബൻഡിന്. എൻ്റെ അമ്മേനേക്കാളും അല്ലെങ്കിൽ എൻ്റെ അച്ഛനേക്കാളും നല്ല രീതിയിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ഇപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഞാനും അപ്പായും എല്ലാ വീട്ടിലും കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേക്കും മക്കളും അച്ഛനും തമ്മിൽ ഒരു കരച്ചിൽ കാണുമല്ലോ. ആ കരച്ചിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പരസ്പരം കരഞ്ഞത് ഇനി എങ്ങനെ എല്ലാ ഞായറാഴ്ചയും കൃപാസനത്തിൽ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ആ മുടക്കം അപ്പ ഇതുവരെയായിട്ടും മുടങ്ങിയിട്ടില്ല. 2018 തുടങ്ങിയത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ എൻ്റെ അപ്പ ഇവിടെ കൃപാസനത്തിൽ വരാറുണ്ട്. കൊറോണ ടൈമിലാണെങ്കിലും പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ്. അതിന് മുമ്പ് തന്നെ അപ്പ ഇവിടെ വരും. ഇവിടെ പുറത്ത് വന്നിരുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞതോടുകൂടി എല്ലാ ഞായറാഴ്ചയും വരുന്നത് മാറി. എപ്പോഴാണോ ഇതുവഴി പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പിന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തതോടെ ഉടമ്പടി മുടങ്ങിയായിരുന്നു. എന്നാലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്കും 2020 ലാസ്റ്റ് ഡിസംബർ ആയപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി. ഡെലിവറിയുടെ ടൈം ആയപ്പോഴത്തേക്കും ഒരു വേദന കാണുമല്ലോ. പക്ഷേ ആ വേദന എനിക്ക് പേടിയായതുകൊണ്ട് എപ്പിഡ്യൂറൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി ടൈമിൽ കുഞ്ഞിന് വെയിറ്റ് ആയതുകൊണ്ട് നോർമൽ പറ്റില്ലായിരുന്നു, സിസേറിയനിലോട്ട് തന്നെ പോകണം. അപ്പോൾ എനിക്കറിയാം ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു എൻ്റെ ചേച്ചിക്ക് 2 യൂട്രസ് ആയിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞിനെ ലഭിച്ചു. ആ ചേച്ചിക്ക് മാത്രമായിരുന്നു നോർമൽ ഡെലിവറി. ബാക്കി എൻ്റെ കസിൻ ചേച്ചിക്കെല്ലാം സിസേറിയൻ ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ പെയിൻ എന്തുമാത്രമായിരുന്നു എന്നുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ മാതാവിൻ്റെ നല്ല അനുഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ളൊരു ഉറക്കമായിരുന്നു എനിക്ക് തന്നിരുന്നത്. കാരണം ഇപ്പോഴും എനിക്ക് ഡെലിവറിയുടെ ഒരു പെയിൻ ഏതാണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. ജസ്റ്റ് ലേബർ റൂമിൽ പോയി ഒരു കുഞ്ഞുമായിട്ട് തിരിച്ചു വന്നു എന്നുള്ള ഒരു അനുഗ്രഹം മാത്രം. അതിനുശേഷം സിസേറിയൻ കഴിഞ്ഞ് എല്ലാവർക്കും അത് കഴിഞ്ഞ് ഒരു വേദന കാണും എന്നുള്ളത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു വേദന പോലും എനിക്ക് സംഭവിച്ചിട്ടില്ലായിരുന്നു. അത്രയും അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. പക്ഷേ ഞാൻ പതുക്കെ പ്രാർത്ഥനയിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങി. കാരണം നല്ല ഫാമിലി, നല്ല കുടുംബം, ഒന്നിനും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പ്രയോറിറ്റി എൻ്റെ ജോലിക്കാണ് കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എൻ്റെ ജോലിക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഓവറായിട്ട് വർക്ക് ചെയ്യും, രാത്രിയാണെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യും. അങ്ങനെ ഏറ്റവും പ്രയോറിറ്റി ലൈഫിന് എന്താണെന്ന് ചോദിച്ചാൽ ജോലിക്കായിരുന്നു. അപ്പോൾ അച്ഛനിവിടെ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ ജീവിതത്തിൽ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരാൻ പോകുന്നത്. അങ്ങനെ ഈ 2023 ആയപ്പോഴത്തേക്കും ജൂലൈയിൽ ഞാനൊരു പ്രൊമോഷൻ അവിടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും അഡീഷണൽ വർക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 7 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുക, എങ്കിൽ പിന്നെ ഒരു ജോബ് ചേഞ്ച് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജോബ് നോക്കി. വിത്തിൻ 1 വീക്കിൽ തന്നെ ഷിപ്പിംഗ് ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോബ് കിട്ടി. അങ്ങനെ അവിടെ നന്നായിട്ട് പോയി. എന്നിട്ടും മാതാവിനോട് കൂടുതലായിട്ട് അടുക്കുന്നില്ല. ജസ്റ്റ് മാതാവിനോട് നന്ദി പറഞ്ഞു വീണ്ടും ലൈഫ് അങ്ങോട്ട് പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നിരുന്ന മെയിൻ കാര്യം നടക്കുന്നത്. ഡെലിവറി സിസേറിയൻ ആ പെയിൻ പോലും ഞാൻ അനുഭവിക്കാത്ത എനിക്ക് പെട്ടെന്നാണ് ഒരു വയറുവേദന വരുന്നത്. ഒരു സ്റ്റൊമക്ക് പെയിൻ വന്നിട്ട് ഒരു തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടും എനിക്ക് നിൽക്കുന്നില്ല. വെള്ളിയാഴ്ച ആയപ്പോൾ എനിക്ക് ഓഫീസിൽ വെച്ച് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് അപ്പം നമ്മൾ ഓൾറെഡി ഈ പെയിൻ സ്റ്റോപ്പ് ആകാഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്ന അപ്പൻഡിക്സ് അങ്ങനെ വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓൾറെഡി സ്കാൻ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു സ്കാൻ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്കാൻ ചെയ്ത കുഴപ്പമില്ല എന്നുള്ള രീതി പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ റൈറ്റ് ഓവറി ഓൾറെഡി ടോഷനായി. അതിൻ്റെ സൈസ് ഓൾറെഡി 6.7 mm എന്നുള്ള രീതിയിൽ പോയി. അത് ഓൾറെഡി ഡെഡ് കണ്ടീഷനായി. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ സർജറി കഴിഞ്ഞു. ലെഫ്റ്റ് നോക്കിയപ്പോൾ ലെഫ്റ്റും ഓൾറെഡി 4.5 ആയി, മൈൽഡ് ബൾക്കി എന്നുള്ള ആ ഒരു കണ്ടീഷനിലെത്തി. സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അനില സെക്കൻഡ് ഓവറിയും ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ബേബി ഉണ്ട് എനിക്ക്, അപ്പോൾ ഒരു സെക്കൻഡ് ബേബി എന്നുള്ള രീതിയിൽ നോക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കൂടുതലും ജോലിക്ക് പ്രിഫർ ചെയ്തിരുന്നത് കൊണ്ട്
രാത്രി 1 വയസ്സ് വരെ കുഞ്ഞ് കാർട്ടൂൺ അങ്ങനെയുള്ള കാണില്ലായിരുന്നു. അതിനുശേഷം കുഞ്ഞിൻ്റെ കാര്യത്തിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കുഞ്ഞ് കാർട്ടൂൺ ഇതിലെ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു. ജസ്റ്റ് 2 വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞ് അപ്പ, അമ്മ, അനില ആ ഒരു വാക്കല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് എക്സ്പ്രഷൻ അല്ലെ ആംഗ്യങ്ങളിലൂടെ എല്ലാം ക്ലിയർ ചെയ്യും, പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി. കാരണം ഒരു കുഞ്ഞുണ്ട്, അതിന് ഞാൻ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് കൊടുത്തില്ല, അവൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് സെക്കൻഡ്, അത് ആ സർജറി കഴിഞ്ഞ സമയത്ത് യാത്ര ചെയ്യാനും പാടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡ് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. കാരണം ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോയോ എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം എനിക്ക് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് ഓഫീസ്, വീട് അങ്ങനെയുള്ള രീതിയിൽ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ്, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു 30-40 ആ മിനിറ്റ്സിനുള്ളിൽ അത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. എനിക്ക് ജോലിക്ക് പോകാൻ മടി ഒട്ടും പറ്റില്ല. ഒരു സ്കൂൾ കുട്ടി, ഈ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്കൂൾ കുട്ടീനെ എങ്ങനെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുവോ ആ രീതിയിലാണ് എൻ്റെ മദറിലോ മമ്മി എന്നെ പറഞ്ഞു വിട്ടു. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് മമ്മി പറയും, മോളെ ഇന്നൊന്ന് ഓഫീസിൽ പോകും. ഞാൻ പറയില്ല, ഞാൻ പോകത്തില്ല. പക്ഷേ എന്നാലും പറഞ്ഞു വിടും. എന്നാൽ ഓഫീസിൽ ചെന്ന് വർക്ക് ചെയ്യും. തിരിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കരയുന്ന കരച്ചിൽ വീട് വരെ ഞാൻ കരയും. കാരണം റോഡിൽ വണ്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരയുന്നത് എന്തുമാത്രം നമ്മൾ ഒച്ചത്തിൽ കരഞ്ഞാലും അതാരും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അത്രയും ഡീപ്പായിട്ട് ഞാൻ കരയും. എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഫുൾ കരച്ചിലെന്നുള്ള ഫുൾ കരച്ചിൽ. ലാസ്റ്റ് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ നീ ജോബ് റിസൈൻ ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മമ്മിക്ക് ആ ജോബിൻ്റെ ഒരു വാല്യൂ അറിയാം. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റിസൈൻ ചെയ്യാം. പക്ഷേ തിരിച്ച് അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ്. നല്ല പൊസിഷൻ, നല്ല സാലറി ഹൈക്ക് എല്ലാം കൂടെ കിട്ടിയ ജോലി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിരിക്കുന്നത്. ലാസ്റ്റ് അപ്പോൾ എനിക്ക് കൃപാസന മാതാൻ്റെ ഫോട്ടോ ഞങ്ങളുടെ റൂമിലുണ്ട്. അതുപോലെ എൻ്റെ ചേച്ചി ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാൻ മാത്രമാണ് അത് വിട്ടുപോയത്. അപ്പോൾ മമ്മി പറഞ്ഞു, മോളെ നീ പണ്ട് കൃപാസനത്തിലേക്ക് പോയി നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ലേ, നീ വീണ്ടും ഒന്ന് കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്ടോബർ 29, 2023 ഒക്ടോബർ 29 ഇവിടെ വീണ്ടും ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നറിയില്ല, പെട്ടെന്നൊരു ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു. എല്ലാം നെഗറ്റീവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, എനിക്കെല്ലാം പോസിറ്റീവായിരുന്നു. ഡിസ്റ്റൻസ് അത്രയും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിരുന്നത്, എനിക്കിപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും സങ്കീർത്തനങ്ങൾ 91, 57 ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലി ഓഫീസിലെത്തുന്നത്. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും ബൈബിൾ വചനം ചൊല്ലും, കൊന്ത ഇപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊന്ത തീരാൻ ചാൻസ്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് സ്ലോ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ജോലി എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ആദ്യത്തെ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഓഡിറ്റ് വർക്കൊക്കെ വരുമ്പോൾ ഇത്തിരി ലേറ്റ് ആകാറുണ്ട്. എനിക്കാണെങ്കിൽ നൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടി. 7 മണി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലോട്ട് പോകുന്ന പോലും ഞാൻ പോകത്തില്ല. കാരണം ആ രീതിയിൽ മമ്മിയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ തന്നെ എനിക്ക് ചെയ്തു തരുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി ചിന്തിക്കുന്ന ഞാനായിരുന്നു. അപ്പോൾ ഈ ഓഫീസിൽ ഇത് ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എത്ര ലേറ്റ് ആയാലും എനിക്കൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ലാതെ ഞാൻ വീട്ടിലോട്ട് വരും. പിന്നെ ഞാനപ്പോൾ ഈ ഉടമ്പടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും ആദ്യം വെച്ചത് എൻ്റെ ഓവറിയുടെ ഇതായിരുന്നു, നോർമൽ കണ്ടീഷനിലോട്ട് വന്നോ എന്നുള്ളതായിരുന്നു. കാരണം അതിന് മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് വീണ്ടും വലുതാകുവാണെങ്കിൽ അത് റിമൂവ് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ എൻ്റെ കുഞ്ഞ് സംസാരിക്കണമെന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഉടമ്പടിയിൽ തന്നെ എൻ്റെ കുഞ്ഞ് ഇംഗ്ലീഷിൽ തന്നെ ഓരോ 1, 2, 3, A to Z അതിൻ്റെ എല്ലാ ആൽഫബറ്റ്സ്, എല്ലാ വേർഡ്സുകളും ഇങ്ങോട്ട്, എന്നാൽ ഞങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, എല്ലാം തന്നെ ഇങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ രണ്ടാമത് ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് സെൻറ്റൻസുകൾ. അതേപോലെ എൻ്റെ കുഞ്ഞിപ്പോൾ സെൻറ്റൻസുകളിൽ ഫുൾ ഓരോന്നും എല്ലാം ക്ലിയറായിട്ട് തന്നെ എൻ്റെ കുഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് രണ്ടാമത് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ഹസ്ബൻഡും കൂടെ ഒന്ന് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഹസ്ബൻഡിൻ്റെ കൈക്കും കാലിനുമായിരുന്നു ഭയങ്കര ഫ്രാക്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും രണ്ടാമത് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നായിരുന്നു. പക്ഷേ എൻ്റെ ഓവറിയുടെ കാര്യം ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി മുടക്കിയിട്ടില്ല. ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി തൈലം ഇട്ടു വെക്കും, പക്ഷേ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനിവിടെ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം. മാതാവിൻ്റെ രൂപം അല്ലെങ്കിൽ മുത്തുക്കുട അങ്ങനെ എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം. അങ്ങനെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉറപ്പാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ നേരത്ത് എനിക്ക് മുത്തുക്കുട കിട്ടി. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഹസ്ബൻഡ് ഭയങ്കര ഒരു ഇതിലായി. കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ആർക്കും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് ആരോഗ്യം തരുന്ന ദൈവം തന്നെയാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് അസുഖങ്ങളും അപകടങ്ങളും തരുന്നത്. അത് ദൈവത്തിൻ്റെ പീഡാനുഭവത്തോട് നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിനാണെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് വന്നു. കാരണം അതോടുകൂടി ഞങ്ങൾ ഒന്നുകൂടെ
ദൈവത്തിൽ നല്ലപോലെ വിശ്വസിക്കാനായിട്ട് വീണ്ടും തുടങ്ങിയെങ്കിലും ഞാൻ ഹസ്ബൻഡ് തമ്മിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും വഴക്കുകളില്ല, ഫുൾ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന എന്നുള്ള ഇതിലോട്ട് ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിലില്ല. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഹസ്ബൻഡിന് ഒത്തിരി സമയമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയിലോട്ട് വരാൻ തുടങ്ങി. അതൊന്നുകൂടെ ജീവിതത്തിൽ സന്തോഷം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും പോയി സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ എന്താ കണ്ടീഷൻ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ 4.7 മൈൽഡ് ബൾക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ ഓവറി നോർമൽ കണ്ടീഷനായി. ഒരു പ്രശ്നവുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ഓവറിയാണ്, ഒരു പ്രശ്നവുമില്ല. നേരത്തെ ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡോക്ടർ തിരുത്തി പറഞ്ഞു, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതേപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ മാതാവും നല്ല രീതിയിൽ അനുഗ്രഹം നൽകി. ഓഫീസിൽ പോകുന്നതിനാണെങ്കിലും ഒന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി ദൈവിക കാര്യത്തിലാണെങ്കിലും പണ്ട് പ്രാർത്ഥനയിൽ നിന്ന് അകന്നിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടും. ഒരു ദിവസം പോലും കുർബാന ഞാൻ മുടക്കാറില്ല. അതേപോലെ തന്നെ കൊന്തയാണെങ്കിലും അച്ഛൻ്റെ ഇവിടുത്തെ ഓരോ ധ്യാനവും ആണെങ്കിലും എല്ലാം ആ ദിവസം തന്നെ ഞാൻ കണ്ടിരിക്കും. അല്ലാതെ ഞാനൊരു നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാമെന്നുള്ളതല്ല. എല്ലാ ചൊവ്വാഴ്ച വന്നാലും ആ ചൊവ്വാഴ്ച എപ്പോഴാണോ അത് ലൈവ് സ്ട്രീം ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അത് ഞാൻ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. മാതാവ് ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. കൃപാസനം പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ ആയിരുന്നു കൂടുതലായിട്ട് ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും ഞങ്ങൾ സ്കോളർഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ടായിരുന്നു. ഉടമ്പടിയിലായിരുന്ന സമയത്തും അല്ലാതിരുന്ന സമയത്തും ഞാൻ എപ്പോഴും സാലറി കിട്ടുമ്പോൾ അതിലൊരു പങ്ക് അതിനുവേണ്ടി ഞാൻ എപ്പോഴും മാറ്റിവെക്കാറുണ്ട്.